പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രതികരണ വേദിയിൽ നാം പ്രതികരിക്കുന്നത് തലശ്ശേരിയിൽ സംഭവിച്ച ഈ അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നാം എല്ലാവരുടെയും ശ്രദ്ധയിൽ പതിഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചാണ്. തലശ്ശേരിക്കടുത്ത് കുട്ടിമാക്കൂൽ പ്രദേശത്ത് 2 ദളിത് യുവതികള് അപമാനിക്കപ്പെടുകയും അവര് അന്യായമായി തടങ്കലിൽ പാർപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന സംഭവം നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ആ സംഭവത്തിന്റെ വസ്തുതകളിലേക്കോ സത്യാവസ്ഥകളിലേക്കോ പ്രതികരണ വേദി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസിന്റെയും നീതി ന്യായ വ്യവസ്ഥകളുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ ഈ സംഭവങ്ങളെ ചേർത്ത് വായിക്കുമ്പോൾ ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ ഈ സംഭവ പരമ്പരകൾ ഉയർത്തുന്നു. അതിനോട് പ്രതികരിക്കാതിരിക്കാൻ പ്രതികരണ വേദിക്ക് വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതികരണം. കുട്ടിമാക്കൂൽ പ്രദേശം തലശ്ശേരിയും കണ്ണൂരും അറിയാവുന്നവർക്കറിയാം. ഭരണകക്ഷിക്ക് നിർണായകമായ സ്വാധീനമുള്ള പ്രദേശം, ഒരർത്ഥത്തിൽ പാർട്ടി ഗ്രാമം എന്ന് വിളിക്കപ്പെടാവുന്ന സ്ഥലമാണ്. അവിടെ 2 പെൺകുട്ടികള് പാർട്ടി ഓഫീസിൽ കയറി അവിടെയുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അവരെ അടിച്ച് ബോധം കെടുത്തി എന്നൊക്കെ അർത്ഥത്തിൽ വിളിച്ചു പറഞ്ഞാല് അത് തികച്ചും അവിശ്വസനീയമായ വസ്തുതയാണ്. ഒരു മിലിറ്ററി കേന്ദ്രത്തിന്റെ സുരക്ഷിതത്വവും കേഡർ സ്വഭാവവുമുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഓഫീസുകളിലേക്ക് കേവലം 2 പെൺകൊച്ചുങ്ങൾ കടന്നു എന്ന് അവിടെയുള്ളവരെ ആക്രമിച്ചു എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്ന് സാമാന്യ യുക്തിയിൽ പ്രതികരണ വേദി അറിയിക്കുക. വീണ്ടും ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികളെ, ആരോപിതരായ വ്യക്തികൾ, ഇനി അപ്രകാരം ഒരു അക്രമം സംഭവിച്ചുവെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികരണം എന്തായിരിക്കണം? അതിന് നിയമ നടപടികളാണ്. മറിച്ച് ഈ ദളിത് യുവതികളെ വീട്ടിൽ കയറി കയ്യേറ്റം ചെയ്തത് ഏത് നിയമത്തിന്റെ പേരിലാണ് ന്യായീകരിക്കപ്പെടാൻ സാധിക്കും? എന്ന് മാത്രമല്ല, അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് വീണ്ടും മുറുമുറുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചാർത്തി ഈ പെൺകുട്ടികളെ കൈക്കുഞ്ഞിനോടൊത്ത് ജയിലിലടച്ചത് ഇന്ത്യൻ ജുഡീഷ്യറിക്കും ഇവിടുത്തെ ക്രമസമാധാന പാലകർക്കും ഒരുപോലെ ലജ്ജാവഹമായ വസ്തുതയായില്ലേ എന്ന് ചിന്തിച്ചു നോക്കും. ജുഡീഷ്യറിയെ നാം കുറ്റപ്പെടുത്തുന്നത്, ജുഡീഷ്യറിയുടെ മുൻപിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത FIRമായിട്ട് എത്തിയത് പോലീസാണ്. കേരള പോലീസ് സത്യസന്ധവും നീതിയുക്തവുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലീസാണ് എന്ന് അവരുടെ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം. പക്ഷേ ഭരിക്കുന്ന കക്ഷികൾ അവർക്ക് കടിഞ്ഞാണിടുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം കേരള പോലീസ് ഉത്തരവാദിത്വത്തോടെ എക്കാലവും പെരുമാറിയിട്ടുള്ളൂ എന്നത് സത്യമാണ്. അങ്ങനെയുള്ള ഒരു പോലീസ് അന്യായമായ രീതിയിൽ FIR എഴുതുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഭരണകക്ഷിയുടെ സ്വാധീനമുണ്ട്. വിശേഷ്യ മറുപക്ഷം ഭരണകക്ഷി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണകക്ഷിക്ക് വേണ്ടി ആരോ നടത്തിയ കരുനീക്കത്തിന്റെ ഭാഗമാണ് പോലീസിന്റെ അന്യായമായ FIR എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ സാധിക്കും. തീർന്നില്ല. ഈ ഒരു സംഭവത്തിലൂടെ ദളിത് യുവതികൾ ജയിലിലാവുകയും അന്യായമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആ സംഭവത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ച രീതിയും സാംസ്കാരിക കേരളത്തിന് അങ്ങേയറ്റം ലജ്ജാവഹമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം ഒരു നേതാവ് പറയുകയാണ്, അതിലൊരു കുട്ടി മാനഹാനി ഭയന്ന ആത്മഹത്യാശ്രമം നടത്തിയപ്പോൾ ഒരു നേതാവിന്റെ പ്രതികരണം ഇതാ: പാരസെറ്റാമോൾ കഴിച്ചാണോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക? ആത്മഹത്യക്കുള്ള ശരിയായ മരുന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണോ ഈ നേതാവിന്റെ സാംസ്കാരിക ബോധം എന്ന് പ്രതികരണ വേദി ചോദിക്കാൻ ആഗ്രഹിക്കുക. തീർന്നില്ല.
അവർക്ക് വേണമെങ്കിൽ ജാമ്യം എടുക്കാമായിരുന്നല്ലോ. മറ്റൊരു നേതാവിന്റെ പ്രതികരണം: ഞങ്ങൾ ഇപ്രകാരം നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങളെ കൊണ്ട് തുറുങ്കിലടയ്ക്കും, നിങ്ങൾ വേണമെങ്കിൽ അതിജീവനം ആഗ്രഹിക്കുന്നവര് ജാമ്യമെടുത്ത് പുറത്തിറങ്ങിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അന്യായത്തെ ന്യായീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ലജ്ജിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയാതെ വയ്യ. വീണ്ടും ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ ഭംഗിയായി നാളിതുവരെയും ഭരണമേറ്റത് മുതൽ കൃത്യതയോടെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. അതിന് അദ്ദേഹം പല കോണുകളിൽ നിന്നും അഭിനന്ദനം അർഹിച്ച വ്യക്തിയുമാണ്. എന്നാൽ ഈ വിഷയത്തിൽ പോലീസിനോട് ചോദിക്കുക എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം അങ്ങേയറ്റം നിരുത്തരവാദപരവും ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് സാമാന്യ ജനം പ്രതീക്ഷിക്കുന്ന നീതിയുടെ വ്യക്തമായ ലംഘനവുമായിരുന്നു എന്നത് വസ്തുതാപരമല്ലേ? 56-ൽ EMSന്റെ മന്ത്രിസഭയുടെ കാലം മുതൽ CPM-നെ കുറിച്ചുള്ള എക്കാലത്തെയും പരാതി, അവര് ഭരണത്തിലേറുന്ന ഓരോ സന്ദർഭങ്ങളിലും നാട്ടിലെ ഓരോ സഖാവും മുഖ്യമന്ത്രിയുടെ കുപ്പായമണിയുകയും സൽഭരണം നടത്തുകയും പോലീസ് സ്റ്റേഷൻ അവരുടെ വരുതിയിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്രകാരം ഒരു സംഭവം, സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഉത്തരവാദപ്പെട്ട നേതാക്കൾ വ്യക്തമായ മുന്നറിയിപ്പ് തന്നിട്ടും ഈ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പഴയ സൽഭരണത്തിന്റെ തിരിച്ചുവരവിന് നാന്ദിയാണോ ഇത് എന്ന് സാമാന്യ ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ നാം പ്രതികരിച്ച് പറ്റൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഇതിനെ കേവലം രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയമായി നിസാരവൽക്കരിക്കാൻ പ്രതികരണവേദി തയ്യാറല്ല. പ്രതികളോ വാദികളോ കോൺഗ്രസോ CPM-ഓ ആണ് എന്നുള്ളതല്ല ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം. ദളിതരായ 2 യുവതികള് അങ്ങേയറ്റം സമൂഹ മധ്യത്തിൽ നിരന്തരം താറടിക്കപ്പെടുന്നു. അത് ചാനൽ ചർച്ചകളിലൂടെയാകാം, ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാകാം. ഈ വേദനിക്കുന്ന ദളിത് യുവതികളുടെ പക്ഷത്ത് നിൽക്കാൻ പ്രതികരണവേദി പ്രതിജ്ഞാബദ്ധമാണ് എന്ന ചിന്ത കൊണ്ടാണ് ഈ പ്രതികരണത്തിന് ഞങ്ങൾ മുതിരുക. അതുകൊണ്ട് ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രവൃത്തികളിൽ നിന്ന് ഭരണകക്ഷിയുടെ നേതാക്കൾ പിന്മാറണം. നിങ്ങളെ ജനം ഭരണമേൽപ്പിച്ചത് ഇപ്രകാരമുള്ള അന്യായങ്ങൾ ചെയ്യാനും ചെയ്ത അന്യായങ്ങളെ ന്യായീകരിക്കാനും ഭരണതലപ്പത്തിരിക്കുന്നവർ പോലും അതിനുവേണ്ടി കുഴലൂതാനും വേണ്ടി ആയിരുന്നില്ല എന്നറിയുക. ഈ ഒരു സംഭവത്തിലൂടെ ഭരണകക്ഷിയെ മുഴുവനായി കുറ്റപ്പെടുത്തുകയല്ല ഞങ്ങൾ ചെയ്യുക. മറിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ അതിൻ്റെ മുളയിലെ നുള്ളാനും തെറ്റിനെ തിരുത്താനും തെറ്റുപറ്റിയത് തെറ്റ് എന്ന് സമ്മതിക്കാനും അതിനെ പരിഹാരം ചെയ്യാനും സർക്കാർ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ ഈ സർക്കാരിന്റെ ആത്മാർത്ഥതയില്, ഈ സർക്കാരിന്റെ ദളിത സ്നേഹത്തില്, ഈ സർക്കാരിന്റെ സ്ത്രീപക്ഷ മനോഭാവങ്ങളില് സാമാന്യ ജനത്തിന് വിശ്വാസം സമ്പൂർണമായി നഷ്ടപ്പെടാൻ ഇടയാകും എന്ന മുന്നറിയിപ്പ് മാത്രം നൽകാൻ പ്രതികരണവേദി ഉദ്ദേശിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി.